ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ്, എനിക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്, എനിക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്നത് അയാള്, അങ്ങനെയുള്ളയാള് വലം യന്തഹി അൻ മഹാരിമില്ലാ, ഹറാമിൽ നിന്ന് അയാള് വിട്ടു നിൽക്കുന്നില്ല, കടുത്ത ഹറാമ് ചെയ്യുകയാണ്. എന്നിട്ട് അയാള് പറയാണ് എനിക്ക് അല്ലാഹുവിനോട് വലിയ ഹുബ്ബാണ്. അങ്ങനെ അല്ലാഹുവിനോട് വലിയ ഹുബ്ബാണ് എന്ന് പറയുന്നവര് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാതെ അല്ലാഹുവിനോട് എനിക്ക് വലിയ ഹുബ്ബാണ് എന്ന് പറയുന്നത് ഫദഅവാഹു കദിബുൻ, അവൻ പറയുന്നത് കളവാണ്, അവൻ കള്ളനാണ്. അള്ളാഹിനോട് വലിയ ഹുബ്ബുണ്ട് അല്ലെ, അള്ളാഹിനോട് വലിയ ഹുബ്ബുണ്ട്, പക്ഷേ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂല, ഹറാമുകളിലായി ജീവിക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ രണ്ട് അപ്പുറത്തെയും ഇപ്പുറത്തെയും വാതിലുകൾ അടച്ചാൽ നമ്മുടെയൊക്കെ ധാരണ എന്താണ്? ഒക്കെ റാഹത്തായി അല്ലെ അല്ലെ. ഉമ്മ ചോദിക്കും അടുക്കളയുടെ വാതിലടച്ചോ? അടച്ചു. ഉപ്പ ചോദിക്കും അപ്പുറത്തെ വാതിലടച്ചോ? അടച്ചു. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ രാത്രി അടച്ച് കിടന്നുറങ്ങിയാൽ അപ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബവും എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങനെയായിരുന്നു അല്ലെ അല്ലെ? അങ്ങനല്ലേ? അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വാതിലടച്ച് കിടന്നാല് അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇനി ആരും എന്റെ മകളെ ഉപദ്രവിക്കൂല, എന്റെ ഭാര്യയെ ഉപദ്രവിക്കൂല, ഒരു പ്രശ്നമില്ല, നല്ല സുഖായി. എന്നാൽ ഇന്ന് വാതിലുകൾ അടക്കും തോറും പേടികൾ കൂടിക്കൊണ്ട് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പുറത്തെ ഇപ്പുറത്തെയും വാതിലടക്കുമ്പോൾ ഇപ്പുറത്ത് വേറെ വാതിലുകൾ തുറക്കുകയാണ് അല്ലെ അല്ലെ. അപ്പുറത്തും ഇപ്പുറത്തും വാതിലുകൾ അടക്കുമ്പോ ഇപ്പുറത്ത് വേറെ വാതിലുകൾ തുറക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടെ രക്ഷിതാക്കളും ഉമ്മമാരും ശ്രദ്ധിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും വാതിലടച്ച് കിടന്നാല് എന്റെ കുടുംബം സുരക്ഷിതമായി എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് വാതിലടക്കും തോറും സ്വാതന്ത്ര്യം കൂടി വരികയാണ്. ഒരു റൂമിന്റെ അതേ അപ്പുറത്തെയും ഇപ്പുറത്തെയും വാതിലുകൾ മാത്രമാണ് അടച്ചിരുന്നതെങ്കിൽ ഇന്ന് റൂമിന്റെ കുറ്റികളിടലോടുകൂടെ, റൂമിന്റെ വാതിലുകൾ അടയലോടുകൂടെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അപ്പുറത്ത് ആരൊക്കെയോ കടന്നു വരികയാണ്, സ്വാതന്ത്ര്യം കൂടുകയാണ്. വല്ലാത്തൊരു കാലഘട്ടമാണ് എന്റെ മുഅ്മിനീങ്ങളെ. വാതിലടച്ചാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കാലമാകെ മാറി. വാതിലുകൾ അടക്കും തോറും നിന്റെ പൊന്നുമോൾക്ക് സ്വാതന്ത്ര്യം കൂടുകയാണ്, പൊന്നുമക്കൾക്ക് സ്വാതന്ത്ര്യം കൂടുകയാണ്. അവരാ റൂമിന്റെ അകത്തളങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. മൊബൈൽ ഫോണിൽ ആരാണ് അപ്പുറത്തുള്ളത്? ഉമ്മ വിചാരിക്കുമെന്ന് ഞാനൊക്കെ റാഹത്തായി ഇനി കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അപ്പുറത്ത് പലതും നടക്കുകയാണ്. അഊദു ബില്ലാഹ്. വല്ലാത്തൊരു കാലഘട്ടമല്ലേ, വല്ലാത്തൊരു ദുനിയാവല്ലേ. അതാണ് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്നു. എല്ലാവരും പറയാണ് എനിക്ക് അള്ളാഹിനോട് വലിയ ഇഷ്ടമാണ്, പക്ഷേ ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. ആ വാദം കളവാണ്. രണ്ടാമതായി ഹുബ്ബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് വലിയ സ്നേഹമുണ്ട് എന്ന് പറയുന്നു, പക്ഷേ വകരിയൽ ഫുഖറാ വൽ മസാകീൻ, പാവപ്പെട്ടവരെ കണ്ടൂടാ, മിസ്കീന്മാരെ കണ്ടൂടാ, പാവപ്പെട്ടവരെ കണ്ടൂടാ. വാദം എന്നാണ് എനിക്ക് മുത്തുനബിയോട് വലിയ ഇഷ്ടമാണ്, ഞാൻ വലിയ ആശിഖാണ്, ഞാൻ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, എനിക്ക് ഹബീബായ തങ്ങളോട് ഇഷ്ടമാണ്. സ്റ്റാറ്റസുകൾ മുഴുവനും മുത്തുനബിയുടെ ഗാനങ്ങളാണ്, മദീനയുടെ ചിത്രം